ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറേ ചെടികൾ നമ്മൾ കമ്പ് അല്ലെങ്കിൽ തണ്ട് ഇതേപോലെ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ടും അതേപോലെ നല്ല ബുഷിയായിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ചെടികളാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റൂബി ലീഫ് അമരാന്തെ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത്. ഇത് നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടും അതുപോലെ നിങ്ങളൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലും നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത്. ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ അട്രാക്ഷൻ. നല്ല റെഡ് കളറായിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതുപോലൊരു ചെറിയൊരു കമ്പ് മതി നമുക്ക് ബുഷിയായിട്ട് ഒരു ഏരിയ നിറച്ചും ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന് വേറെ കുറേ പേരുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റൂബി ലീഫ് അമരാന്തെ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഇത്. ഇത് കണ്ടോ, ഇതേപോലെ ചെറിയ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കമ്പിൻ്റെ കനം. ഇതിൽ കൂടുതൽ വരാറില്ല. അന്നേരം ഇത് മുറിച്ച് നട്ടാൽ മതി. മുറിച്ച് നടുമ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്ക് സാധാരണയായിട്ട് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് റൂട്ടിംഗ് ഹോർമോൺസായ ആലോവേരായ പഴം അതുപോലെ നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയൊക്കെ അതിലൊക്കെ മുക്കിയാണ് നടാറുള്ളത്. ഇതിന് ഒന്നും തന്നെ വേണ്ടി ആവശ്യമില്ല. ഇതേപോലെ നല്ല മണ്ണിൽ കുത്തി വെച്ചാൽ മതി. നല്ലതുപോലെ നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജമന്തി നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പ് മുറിച്ച് നട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ നമ്മുടെ ജമന്തി ചെടികൾ അഥവാ ക്രിസാന്തമം നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ കമ്പ് മുറിച്ച് നട്ട ഒരു ചെടിയുടെ വേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ശക്തമായ റൂട്ടാണ് വന്നേക്കുന്നത്. അതിന് പൂവും വന്നു, അതുപോലെ പുതിയ മുട്ടുകളും ഉണ്ട്. ഇതേ രീതിയിൽ ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചതെന്ന് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടണമെങ്കിൽ റൂട്ടിംഗ് ഹോർമോൺസ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. കടയിൽ അതേപോലെ ഓൺലൈനിലൊക്കെ കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഈസിയായി തന്നെ നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണാടി ചെടി എന്ന് പറയുന്ന ഇത് വളരെ ഈസി ആയിട്ട് തന്നെ കമ്പ് മുറിച്ച് നട്ട് നമുക്ക് കുറേ ചട്ടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ ചെടികളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളിയസ് എന്ന് പറയുന്ന ഇത് ഒരു ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അത്ര ഭംഗി കാണത്തില്ല. അതേസമയം നമ്മൾ ഒരു 5-6 ചട്ടി അടുപ്പിച്ച് വെക്കുകയാണെങ്കിലാണ്, അതായത് നല്ല ബുഷിയായിട്ട് വെറൈറ്റി കോളിയസ് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് വെറൈറ്റി 100-ലധികം വെറൈറ്റി കളേഴ്സ് കോളിയസ് ഉണ്ട്. അതിൻ്റെ ഇലകളുടെ ഈ പാറ്റേൺ കണ്ടോ, എന്ത് ഭംഗിയായിട്ട് കാണാൻ. ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. ഒരു ചെടി ഒന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണുന്ന കോളിയസ് ഒക്കെയും തന്നെ. എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവററ്റ് പ്ലാന്റ് ആണ് നമ്മുടെ കോളിയസ് എന്ന് പറയുന്നത് തന്നെ. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വാങ്ങാൻ നമ്മൾ പുതിയത് കിട്ടുകയും ചെയ്യും. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ കളർ കോളീസാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെ. ചില സമയത്ത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പെസ്റ്റ് അറ്റാക്ക് നല്ലതുപോലെ ചില സമയങ്ങളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സൂര്യപ്രകാശത്തിനെ പ്രതിരോധിക്കാനുള്ളൊരു ശക്തി ഇതിനില്ല. അതുകൊണ്ട് തന്നെ സ്ട്രോങ് സൺലൈറ്റ് ഉള്ള ഏരിയയിൽ വെക്കാതിരിക്കുക. പിന്നെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നല്ല ആട്ടും പുഴുക്ക, ചാണകപ്പൊടി ഇതുപോലെയൊക്കെയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മതി നമ്മുടെ ഈ ഒരു കോളിയസ് ചെടി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് ഒട്ടും അങ്ങ് വാടിപ്പോകാൻ അനുവദിക്കരുത്. ഇതേപോലെ ചെയ്യുക. പിന്നെ പിടിച്ചു വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇത് ബിഗോണിയയുടെ ഒരു ചെടിയാണിത്. ഇതും കമ്പ് മുറിച്ച് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് വെറും ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 10 മണി എല്ലാവരുടെയും ഫേവറേറ്റ് ആയതാണ് 10 മണി. 10 മണി ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2 കളേഴ്സ്, ഡബിൾ കളറാണ്. ഇതിന് പൂവില്ലെങ്കിലും ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് എസ്പെഷ്യലി നമ്മുടെ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയാണ്. നല്ല ഇലകൾ, നല്ല രസമാണ്. അതായത് ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ. പൂവും അട്രാക്ഷൻ തന്നെയാണ്.
പിന്നെ നമ്മൾ 10 മണി ചെടി നടുമ്പോൾ നല്ല ബുഷിയാക്കി നിർത്താൻ ശ്രദ്ധിക്കുക. അതായത് ഇടയ്ക്കിടയ്ക്കൊന്ന് പൂവൊക്കെ വന്ന് അതിൻ്റെ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ബുഷിയാക്കി നിർത്താൻ പറ്റും. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കട്ടിങ്സ് കളയാതെ നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് 10 മണി ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നല്ല ബുഷിയായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതിന് ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് മണ്ണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ല റിച്ചായിട്ടുള്ള മണ്ണ് എടുക്കുക. അതായത് വളമൊക്കെ ചേർത്ത് വേണം അതിലേക്ക് നട്ടു വെക്കാൻ. അപ്പോഴേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അത് വളമായിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ മതി നമ്മുടെ 10 മണി ചെടി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പൂക്കളാണ് ഏറ്റവും അട്രാക്ഷൻ. അതുപോലെ തന്നെ നടുമ്പോൾ നമ്മളൊരു 3-4 ചട്ടി അടുപ്പിച്ച് നമ്മൾ വെക്കണം. ഏത് ചെടിയാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി അട്രാക്റ്റീവായിട്ട് തോന്നും. കണ്ടോ, ഇത് ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള 10 മണി ചെടികൾ അടുപ്പിച്ചിരിക്കുകയാണ്. ഒത്തിരി രസമാണിത്. പിന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ 10 മണി ചെടി വെക്കുന്നത്. അതുപോലെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കുക. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാം, നമ്മുടെ കാക്കപ്പൂ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണിത്. ഇത് ചിലർ പറയാറുണ്ട് ഒന്നും ചെയ്യാതെ തന്നെ അവരുടേത് കാട് പോലെ അങ്ങ് പിടിച്ചു പോകുന്ന ഒരു ചെടിയാണെന്ന്. അത് ശരിയാണ്. പ്രത്യേകിച്ച് കെയർ വേണ്ടെന്നല്ല, ശ്രദ്ധിക്കണം. ഒത്തിരി വെയിൽ കൊണ്ട് വാടിപ്പോകാനിടയാകരുത് ചെടിക്ക്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നോക്കി വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിന് നല്ല സൂര്യപ്രകാശം വേണം. പൂക്കൾക്ക് നല്ല ബ്രൈറ്റ് കളറൊക്കെ വരണമെങ്കിൽ ഈ ചെടി നമ്മൾ നല്ല സൂര്യപ്രകാശത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ. ഇത് നഴ്സറികളിൽ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്ന ഒരു ചെടി തന്നെയാണ്. വളരെ ഈസി ആയിട്ട് ഇത് പരാഗണം നടന്നാണ് ഇത് പല ഡിഫറെൻറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടായി വരും. റെഡ്, വൈറ്റ്, പർപ്പിൾ, പിങ്ക്, അങ്ങനെ ഒത്തിരി കളറിലുള്ള ഈ ഒരു നമ്മുടെ ചെടിയുണ്ട്. കാക്കപ്പൂ എന്ന് പറയുന്ന ഈ ഒരു ചെടി. ടെറോനിയം എന്നും ഈ ചെടിക്ക് പേരുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം കമ്പ് മുറിച്ച് നട്ടാൽ നല്ലപോലെ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ബൊഗൈൻവില്ലയും നമുക്ക് വളരെ ഈസി ആയി തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. കമ്പ് മുറിച്ച് നടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പുതിയ ചട്ടിയിൽ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്, കമ്പ് മുറിച്ച് വേര് പിടിപ്പിക്കുന്ന രീതി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളതും കണ്ടു നോക്കുക. അപ്പോൾ വളരെ ഈസി ആയി തന്നെ ചെടി നമുക്ക് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും. ഈ ചെടിയുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളാണ്. പിന്നെ ഹൈഡ്രാഞ്ചിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹൈഡ്രാഞ്ചിയ നല്ല സൂര്യപ്രകാശമുള്ളിടത്താണെങ്കിൽ നല്ലതുപോലെ കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാകാൻ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതും ചിലർക്ക് സംശയമുണ്ട്, ഇത് കമ്പ് മുറിച്ച് നട്ടാൽ കിളിക്കുമെന്ന്. കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഹൈഡ്രാഞ്ചിയ. അങ്ങനെ നമുക്ക് എത്ര ചട്ടി നിറച്ച് വേണമെങ്കിലും ഹൈഡ്രാഞ്ചിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മളതിൻ്റെ കമ്പ് മുറിക്കുമ്പോഴൊന്ന് ചരിച്ച് മുറിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ചു വരും. അങ്ങനെ നിങ്ങൾക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചെടികളുടെ പ്രൊപ്പഗേഷൻ, അതേപോലെ തന്നെ ലാൻഡാനയും ജെറേനിയവും ഒക്കെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ റൂട്ടിംഗ് ഹോർമോൺ ഇല്ല എന്ന് പറഞ്ഞ് ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ അടുക്കളയിലുള്ള ചില കാര്യങ്ങൾ വളരെ നല്ല റൂട്ടിംഗ് ഹോർമോൺസാണ്. അതിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. ഈ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു റൂട്ടിംഗ് ഹോർമോണായും അതുപോലെ തന്നെ ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടിംഗ് ഹോർമോണാണ് മഞ്ഞൾപ്പൊടി. നമ്മുടെ ചെടികൾക്കൊക്കെ വരുന്ന ചില സമയത്ത് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനും ഒക്കെ ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. കാരണം ഇത് നാച്ചുറലാണ്, യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. മാരിഗോൾഡ് ഒക്കെ, അതായത് നമ്മുടെ ഏത് ചെടിയും നമുക്ക് ഈ രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ലിൻസീസ് ലിങ്ക് കണ്ട എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെ ഒരു ബിഗ് താങ്ക് യു. പിന്നെ ഇതുവരെ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നപ്പോഴും നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ താഴെ എന്നെ എഴുതി അറിയിക്കുക. അതുപോലെ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.